പുനലൂർ ബാർ അസോസിയേഷന്റെയും കൊട്ടാരക്കര ശ്രീനേത്ര ആശുപത്രിയുടെയും ക്വാളിറ്റി കെയർ ലാബിന്റെയും സംയുക്ത നേതൃത്വത്തിൽ നേത്രപരിശോധനയും തിമിരനിർണയ ക്യാമ്പും ലാബ് പരിശോധനകളും സംഘടിപ്പിച്ചു. പുനലൂർ കോടതി സമുച്ചയത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെറോം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജഡ്ജി എ അബ്ദുൽ ജലീൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അനുമോദിക്കുകയാണ്. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയാസകരമായ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ദിവസം ഒരു മിനിമം 15 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട്, കാരണം കാലത്തെ 9 മണിക്ക് 9:30 വരുന്ന ഓഫീസർ 5 മണി വരെ തുറന്ന് അത്രയും സമയം 6-7 മണിക്കൂർ വീട്ടിൽ ചെന്ന് കേസ് നോക്കുകയോ പഠിക്കുകയോ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കിലാണല്ലോ ഏറ്റവും കൂടുതൽ മുഴുകുന്നത്. അതിൻ്റെയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഒരു കണ്ണട വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം വേണ്ടി വരും. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വേറെ ഗ്രാമപ്രദേശത്തിൽ കൊണ്ടുപോയി വരും. പക്ഷേ ഇന്ന് LKG പഠിക്കുന്ന കുട്ടി പോലും കണ്ണട വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. മൊബൈൽ ഫോണിലേക്ക് അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ് അത്തരത്തിലുള്ള നേത്രരോഗങ്ങൾ വരുന്നത്. നേത്രരോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്താൽ അത്രയും നന്നായിരിക്കും. സമയപരിധി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന അസോസിയേഷൻ അനുമോദിച്ചുകൊണ്ട് ഈ നേത്രപരിശോധന ക്യാമ്പിന്റെ ഔപചാരികമായി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PB അൽമോൽ സ്വാഗതം പറഞ്ഞു. ജുഡീഷ്യൽ ഓഫീസർമാരായ ബൈജു, ബിജു, രേഷ്മ, ലിൻഡ ഫ്ലച്ചർ, ആശ മറിയം മാത്യൂസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ അർച്ചന ക്യാമ്പിന് നേതൃത്വം നൽകി. ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു നന്ദി പറഞ്ഞു. രാവിലെ 10:30 ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം 5 മണിയോടെയാണ് അവസാനിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.